ഒരഭിനിവേശവും അടങ്ങാത്തൊരു വൈകാരികമായ ഒരു ബന്ധവും കാലാകാലം എക്കാലത്തും മനസ്സിൻ്റെ ആഴങ്ങളിൽ സൂക്ഷിക്കുന്നു. മാനവേദൻ സ്കൂൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ എപ്പോഴും ഒരു അഭിമാനപൂരിതമാകും ഞങ്ങളൊക്കെ തന്നെ. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വളരെ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നും പ്രത്യേകിച്ചും എൻ്റെ പെൺകുട്ടികളെ, സഹോദരിമാരെയാണ് ഇന്ന് കേരളത്തിലെ സ്കൂൾ അല്ലെങ്കിൽ സീനിയർ ഫുട്ബോൾ ടീമിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള സ്കൂളിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ പേരേ ഉള്ളൂ, ഗവൺമെൻറ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നതാണ്. ജില്ലയിൽ ഏറ്റവും നല്ല സബ് ജില്ലയ്ക്കുള്ള അവാർഡ് ലഭിച്ചു കായികമേളയിൽ ഫുട്ബോളിന്. ആ ഫുട്ബോൾ മത്സരത്തിൽ നിലമ്പൂർ സബ് ജില്ലയെ പ്രതിനിധീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ മുഴുവൻ കുട്ടികളും നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. അതേസമയം തന്നെ കലോത്സവങ്ങളിലും നിങ്ങൾ ഒട്ടിലും പിറകിലല്ല. ഇപ്പൊ കഴിഞ്ഞ കാലത്തെ പോലെയല്ല. ഒരു കലോത്സവത്തിന് ഒരു കുട്ടിയെ ഒരുക്കിയെടുക്കണമെങ്കിൽ ലക്ഷങ്ങളുടെ, പതിനായിരങ്ങളുടെ ചിലവാണ്. ഒരു വരേണ്യവർഗ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാവുന്ന കോച്ചിങ് പോലെ, പരിശീലനം പോലെ ഒരുപക്ഷെ സാധാരണ കുടുംബത്തിൽ നിന്ന് മാർക്ക് നേടി വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. എന്തൊക്കെയായാലും എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ മുനിസിപ്പൽ ചെയർമാനായിരുന്ന സമയത്ത് ഞങ്ങളൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കി. അന്ന് അധ്യാപകരൊക്കെ കൂടി ഒന്ന് മുനിസിപ്പൽ ചെയർമാനായപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കുറേ പ്രശ്നങ്ങളുണ്ട് മാനവേദൻ സ്കൂളിൽ. ഞങ്ങൾക്ക് ക്ലാസ് റൂം വേണം, ക്ലാസ് റൂമിൽ ഇരിക്കാൻ ബെഞ്ചും ഡെസ്കും ഇല്ല, ചുറ്റുമതിൽ വേണം, പാചകപ്പുര വേണം, മാഷന്മാർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. 100 പരാതികളായിരുന്നു. ഞങ്ങളവരോട് ഒരൊറ്റ കാര്യമാണെന്ന് പറഞ്ഞത്, മാനവേദൻ സ്കൂളിന് എന്ത് നൽകുമ്പോഴും സന്തോഷമേ നമുക്ക് സംബന്ധിച്ചിടത്തോളം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഏകദേശം 37 ഗവൺമെന്റ് സ്കൂൾ, 37 സ്കൂളുകൾ, ഹൈസ്കൂളുകൾ ഉണ്ട് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ. ഇനി 37 അല്ല, 370 ആണെങ്കിലും 37,000 ആണെങ്കിലും ഏറ്റവും അധികം ഇതിന് അർഹതപ്പെട്ടതും കൊടുക്കാൻ ഞങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളിന്റെ പേര് ഗവൺമെന്റ് മാനവേദൻ ഹൈസ്കൂൾ എന്നതായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം അങ്ങനെ ഒരു പൊക്കിൾ കൊടി ബന്ധം സ്കൂളുമായിട്ടുണ്ട്. ഇപ്പോഴും കുറെ കാലമായി നമ്മളിവിടെ ഇങ്ങനെ ഈ ഷീറ്റ് വിരിച്ച് ഒരു ഫംഗ്ഷൻ നടത്താൻ ഒരു പബ്ലിക് ഹാൾ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത്. ആ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കണമെന്നാണ് ആദ്യമായി അധ്യാപകർ പറഞ്ഞത്. എന്തായാലും ഞാൻ MLA ആയിട്ട്, നിങ്ങൾക്കറിയാം, ആകെ 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസേ ആയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കിട്ടിയ ഫണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുക നീക്കിവെച്ചത് മാനവേദൻ സ്കൂളിന് ഒരു ഹാള് പണിയാൻ വേണ്ടിയാണ് എന്നുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. മാത്രമല്ല, ഞാൻ ഓർക്കുന്നത്, അന്ന് എല്ലാവരും വന്ന് അധ്യാപകരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, കഞ്ഞിപ്പുരയും ക്ലാസ് റൂമുകളും ചുറ്റുമതിലുമൊക്കെ സിമെന്റും കമ്പിയും ഇഷ്ടികയും ഒക്കെ ഉണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണ്. അതൊരു സിവിൽ വർക്കാണ്. അതിന് കാശുണ്ടെങ്കിൽ അത് നടത്താൻ കഴിയും, അത് നമുക്ക് ചെയ്യാം. പക്ഷെ കുട്ടികളുടെ ബുദ്ധിപരമായ വളർച്ചയ്ക്ക്, വൈജ്ഞാനികമായ വളർച്ചയ്ക്ക് എന്ത് പദ്ധതി നമുക്കുണ്ടാക്കാൻ പറ്റും? അതിലാണ് നിലമ്പൂർ മാനവേദൻ സ്കൂൾ ആഴത്തിലിരുന്ന് ചിന്തിച്ച് ഒരു ബൃഹത്തായ പദ്ധതി ഉണ്ടാക്കി കൊണ്ടുവന്നു. ആ പദ്ധതിയാണ് അന്ന്, അതിനുശേഷവും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മാതൃകാ പദ്ധതിയായി ഇന്നും ഉപയോഗിക്കുന്നത് എന്ന് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും. അന്ന് നമ്മൾ ചെയ്തത്, ഇവിടുത്തെ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിലെ പ്യൂൺ തൊട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി വരെ മുഴുവൻ ആളുകളെയും മാനവേദൻ സ്കൂളിലേക്ക് കൊണ്ടുവന്നു. ഇവിടുത്തെ PTA കമ്മിറ്റിയുടെ അംഗങ്ങൾ, MTA കമ്മിറ്റിയുടെ അംഗങ്ങൾ,
ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് മുഴുവൻ ആളുകളെ ഇരുത്തി ഒരു ദിവസം മുഴുവൻ ഇരുത്തി ഒരു വലിയ കോൺക്ലേവ് നടത്തി, വലിയൊരു വർക്ക്ഷോപ്പ് നടത്തി. അതിൽ നിന്നൊരു വലിയ പദ്ധതി രൂപീകരിച്ച് ആ പദ്ധതിയുടെ പേരാണ് സദ്ഗമയ എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി രൂപകൽപ്പന ചെയ്തു. അന്നത്തെ കേരളത്തിലെ ഗവൺമെന്റ് ആ പദ്ധതിയെ ഒരു മോഡൽ പ്രോജക്റ്റായി ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, നമുക്ക് നിരവധി സഹായങ്ങൾ കേരളത്തിന്റെ അതുപോലെ തന്നെ യുണിസെഫ് അടക്കമുള്ള വലിയ സഹായങ്ങളോടുകൂടി നിരവധി പദ്ധതികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. മാത്രമല്ല, കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ കുറച്ചുകൂടി അഭിരുചി വരണം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിക്കണം. എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു. അപ്പോൾ കുറച്ച് അധ്യാപകർ പറഞ്ഞു, നമ്മൾ പോരാ, ഇംഗ്ലീഷിൽ ജനിച്ച ആളുകളെ കൊണ്ട് തന്നെ കുട്ടികളെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കണം. അപ്പോൾ എവിടുന്ന് കിട്ടും? നമുക്ക് അമേരിക്കയിൽ നിന്നോ ബ്രിട്ടനിൽ നിന്നോ കൊണ്ടുവരണം. ഉറപ്പിച്ചു. അപ്പോൾ പലരും ചോദിച്ചു, അത് നടക്കുമോ? നടക്കും. നമ്മൾ ഇവിടെ നിന്ന് ബ്രിട്ടനിലെ ഒരു പ്രധാന US-ലുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു പ്രധാന മാഗസിൻ ഉണ്ട്, വൺ ഡേയ്സ് ലെസ്റ്റ് എന്ന് പറയുന്ന ഒരു മാഗസിൻ. അതിലൊരു പരസ്യം കൊടുത്തു മാനവേദൻ സ്കൂളിനെ കുറിച്ച്, കേരളത്തെ കുറിച്ച്. അന്ന് ഇവിടെ വന്ന് 5 മാസക്കാലം നിന്ന് ഫ്രീ ആയി നമ്മുടെ മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും സായിപ്പന്മാരും മദാമമാരും വരാൻ താല്പര്യത്തോടു കൂടി നമുക്ക് വേണ്ടത് 10 ആളുകളെയാണെങ്കിൽ 160 പേരാണ് അപേക്ഷ തന്നത്. 160 പേർ. മാനവേദൻ സ്കൂൾ ചില്ലറയല്ല. അവസാനം നമ്മുടെ വിദ്യാഭ്യാസ സെക്രട്ടറി ലണ്ടനിൽ പോയി ഈ 160 മദാമമാരെയും സായിപ്പന്മാരെയും ഇന്റർവ്യൂ നടത്തി. അതിൽ നിന്ന് 10 പേരെ തെരഞ്ഞെടുത്താണ് നമ്മൾ